അസിൻ തോട്ടുങ്കൽ ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയെ അടക്കി ഭരിച്ചിരുന്ന എന്നാൽ പെട്ടെന്ന് അപ്രത്യക്ഷമായ പേര്. അവളിപ്പോൾ എവിടെയാണ്? എന്തുകൊണ്ടാണ് അവൾ സിനിമ വിട്ടത്? പൂർണ്ണ കഥ അറിയാൻ അവസാനം വരെ കാണുക. 1985 ഒക്ടോബർ 26 കേരളത്തിലെ കൊച്ചിയിൽ ജനിച്ച അസിൻ ഇന്ത്യൻ സിനിമയിലെ ഒരു പ്രമുഖ വ്യക്തിയായി ഉയർന്നു വന്നു. ഒന്നിലധികം ചലച്ചിത്ര മേഖലകളിലെ വൈവിധ്യമാർന്ന പ്രകടനങ്ങളിലൂടെ പ്രേക്ഷകരെ ആകർഷിച്ചു. അസിൻ്റെ കലാപരമായ അഭിരുചികൾ ചെറുപ്പം മുതലേ പ്രകടമായിരുന്നു. ഭരതനാട്യത്തിലെ പരിശീലനം കലാരംഗത്തെ അവളുടെ ഭാവിക്ക് അടിത്തറ പാകി. 15-ാം വയസ്സിൽ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അവർ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. അമ്മ നന്നവോ തമിഴ് അമ്മായി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അവരുടെ അരങ്ങേറ്റം. മികച്ച തെലുങ്ക് നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് അവർക്ക് ലഭിച്ചു. തമിഴ് സിനിമയിലേക്കുള്ള മാറ്റം. എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിലെ അസിൻ്റെ വേഷം ശ്രദ്ധേയമായി. ഗജനിയിലെ അവളുടെ കഥാപാത്രം നിരൂപകവും വാണിജ്യപരവുമായ വിജയമായിരുന്നു. ശിവകാശി, പോക്കിരി, വേൽ, ദശവതാരം തുടങ്ങിയ ഹിറ്റുകളോടെ അവർ തന്റെ പദവി ഉറപ്പിച്ചു. ബോളിവുഡിന്റെ ക്വീൻ എന്ന പദവി നേടി. അമീർ ഖാനൊപ്പം അഭിനയിച്ച ഗജനി എന്ന ചിത്രത്തിലൂടെയാണ് അസിൻ ബോളിവുഡിലേക്ക് കാലെടുത്ത് വെച്ചത്. ഈ ചിത്രത്തിന്റെ വൻ വിജയം ആഭ്യന്തരമായി 1 ബില്യൺ കവിയുന്ന ആദ്യ ബോളിവുഡ് ചിത്രമായി മാറി. അസിന് ഫിലിംഫെയറിന്റെ മികച്ച പുതുമുഖ നടിക്കുള്ള അവാർഡ് നേടിക്കൊടുത്തു. റെഡ്ഡി, ഹൗസ്ഫുൾ 2, ബോൾ ബച്ചൻ, ഗിലാഡി 786 തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ അവർ ബോളിവുഡ് യാത്ര തുടർന്നു. ഇവ ഓരോന്നും അവരുടെ പാൻ ഇന്ത്യൻ ആകർഷണത്തിന് കാരണമായി. തന്റെ കരിയറിൽ വിവിധ ഭാഷകളിലായി നിരവധി ഫിലിംഫെയർ അവാർഡുകൾ ഉൾപ്പെടെ അംഗീകാരങ്ങളും അസിൻ നേടി. 2009 തമിഴ് സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് തമിഴ്നാട് സർക്കാർ അവരെ കലൈമാമണി അവാർഡ് നൽകി ആദരിച്ചു. 2016 അസിൻ മൈക്രോമാക്സിന്റെ സഹസ്ഥാപകനായ രാഹുൽ ശർമ്മയെ വിവാഹം കഴിച്ചു. ഇത് അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം കുറിച്ചു. 2017 ദമ്പതികൾക്ക് മകൾ അരിൻ ജനിച്ചു. വിവാഹശേഷം അസിൻ അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നു. കുടുംബത്തിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രാദേശിക സിനിമയിൽ നിന്ന് മുഖ്യധാര ബോളിവുഡിലേക്കുള്ള അസിൻ്റെ യാത്ര അവരുടെ പൊരുത്തപ്പെടൽ കഴിവ് പ്രകടമാക്കുന്നു. അവരുടെ പ്രകടനങ്ങൾ അവിസ്മരണീയമായി തുടരുന്നു. കരകൗശലത്തോടുള്ള അവരുടെ സമർപ്പണവും അഭിനിവേശവും പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട അസിൻ്റെ സിനിമ ഏതാണ്? താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടാനും മറക്കരുത്. കൂടുതൽ എക്സ്ക്ലൂസീവ് സെലിബ്രിറ്റി കഥകൾക്കും പിന്നണി രഹസ്യങ്ങൾക്കും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഹൈൻഡ് ദി ഗ്ലിറ്റ്സിൽ നിന്നുള്ള കൂടുതൽ അത്ഭുതകരമായ ഉള്ളടക്കങ്ങൾക്കായി കാത്തിരിക്കുക.